അറിവ് കൂടുമ്പോ ആളുകൾക്ക് അഹങ്കാരം കൂടുന്നു, അറിവ് കുറയുമ്പോ ആളുകൾക്ക് അഹങ്കാരം ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞത് തന്നെ ശരി എന്ന അഹങ്കാരം. അതോടൊപ്പം ജനങ്ങളോടൊരു പുച്ഛം, തറവാടിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, ഇപ്പൊ സൗന്ദര്യത്തിന്റെ പേരിൽ. അതുകൊണ്ടാണല്ലോ പാവപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. മനുഷ്യന് കറുപ്പും വെളുപ്പും റബ്ബ് നിശ്ചയിച്ചതാണെന്നും ഉള്ളിലെ വെളുപ്പാണ് മനുഷ്യന് വേണ്ടതെന്നും ആവർത്തിച്ച് പഠിപ്പിച്ച മുസ്ലിം സമൂഹത്തിൽ തന്നെ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് പുറം വെളുപ്പേ ഉള്ളൂ, ഉള്ളിൽ വെളുപ്പാക്കാൻ പലരെ കൊണ്ടും പറ്റിയിട്ടില്ല. ആളുകൾക്ക് പുറമേയുള്ളൂ ചിഹ്നങ്ങൾ, ഉള്ളു നന്നായിട്ടില്ല. ജനങ്ങളോടൊരു പുച്ഛം, പരിഹാസം. ഈ മനോഭാവത്തോടെ ജീവിക്കുന്നവർ ലാ യദ്ഖുലുൽ ജന്ന, ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സ്വർഗം വേണമെങ്കിൽ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. റബ്ബിന് വേണ്ടി അഹങ്കാരിയാവാതെ ജീവിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവണം. റബ്ബിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന, റബ്ബിന് വേണ്ടി പരസ്പരം കാരുണ്യം കാണിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളാവണം. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് റബ്ബെ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. നാദാ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ക്ഷമയോടെ നേരിടാൻ ഓരോ മനസ്സുകൾക്കും ഈമാനിന്റെ കരുത്തും തഖ്വയും നീ പ്രദാനം ചെയ്യണമേ.